എല്ലാവരും എന്നെ എടുക്കുവാണോ? എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞോ? എന്തൊക്കെയുണ്ടോ എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ? നമുക്ക് എന്ത് വിശേഷം എന്ന് പറഞ്ഞാൽ ഇതിവിടെ ഹർത്താല, എല്ലായിടത്തും ഹർത്താലാണെന്നറിയാം. നമ്മുടെ ഇവിടെ ഹർത്താല. എന്നാലും ദേവു ജോലിക്ക് പോയി. ദേവുവിന് പോകാതിരിക്കാൻ പറ്റത്തില്ല. ദേവുവിനൊക്കെ അവിടെ ജോലിയുണ്ട്. പിന്നെ എന്തുവാ, നമ്മുടെ കേശുകുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് മെയ് 2-ാം തീയതി. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും, നമ്മുടെ സകുടുംബത്തിലെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുവാണ്. നമ്മുടെ കേശുകുഞ്ഞിൻ്റെ ബർത്ത്ഡേ മെയ് 2-ാം തീയതി. നമ്മൾ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് കേക്ക് മുറിക്കുന്നത്. വലിയ ആഘോഷമായിട്ടൊന്നും നടത്തുന്നില്ല, എന്നാലും ചെറിയ രീതിയിൽ നടത്തുന്നത്. അതായത് കുഞ്ഞിൻ്റെ 1 വയസ്സ് പിറന്നാളാണ്. നമ്മുടെ വീട്ടിൽ വെച്ചായതുകൊണ്ട് പിന്നെ അത് വലിയ കുഴപ്പമില്ല. ദേവുവിൻ്റെ വീട്ടിൽ വെച്ചാലല്ലോ നടത്തും, നമ്മുടെ വീട്ടിൽ വെച്ചല്ലേ. അന്നേരം അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുവാണ് നമ്മുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക്. എല്ലാവരും കുഞ്ഞിനെ അനുഗ്രഹിക്കണം, എല്ലാവരും കുഞ്ഞിനെ വിഷ് ചെയ്യണം, എല്ലാവരും വരണം കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക്. പിന്നെ വേറെ ഇവിടെ പ്രത്യേകിച്ച് വേറെ വിശേഷമൊന്നുമില്ല. ഇന്ന് എല്ലാവരും ഇന്ന് വീട്ടിലുള്ള ദിവസം പിള്ളേരും ചേട്ടനും എല്ലാം വീട്ടിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ചോറ് എടുത്തേക്കാം. നമ്മൾ ചോറ് വെന്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് നമ്മൾ കുറച്ച് ചോറ് നമ്മൾ വെച്ചോളൂ. ബാക്കി ഞാൻ പയ്യെ വെക്കാമെന്ന് വിചാരിച്ചു വൈകിട്ടത്തേന്, അല്ലെങ്കിൽ വൈകിട്ടാകുമ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് ചോറ് കൂടുതൽ വേണ്ടേ. അതുകൊണ്ട് ചോറ് എടുത്തേക്കാം. പിന്നെ ഇനി നമുക്ക് കറി എന്ന് പറഞ്ഞാൽ കോവയ്ക്ക മെഴുക്കുവരട്ടി വെച്ചു. കോവയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്. പിന്നെ എന്ത് നമ്മൾ മുട്ട പൊരിച്ചിട്ടുണ്ട്. മുട്ട പൊരിച്ചു. പിന്നെ മാങ്ങാച്ചാറുണ്ട്. പിന്നെ അവിയലാണ് വെച്ചത്. രാവിലെ നല്ലൊരു അവിയൽ വെച്ചു. വേണ്ടേ, അത് പാത്രത്തിൽ മതിയെന്ന് പറഞ്ഞു. ഒരു ചോറിൻ്റെ അകത്ത് വേണ്ടാന്ന് പറഞ്ഞു. അത് പാത്രത്തിലോട്ട് എടുത്തേക്കാം. പിന്നെ മോരുകറിയുണ്ട്. നിങ്ങളൊക്കെ എന്തൊക്കെ കറികൾ വെച്ചു, എന്തൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ വിഭവങ്ങളെ, പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും ചൂട് കാരണം ഒരു രക്ഷയില്ല എല്ലാവർക്കും, അല്ലേ? എല്ലായിടത്തും ചൂടാന്ന് പറഞ്ഞു. നമുക്ക് മാത്രമല്ല, എല്ലായിടത്തും ചൂടാണ്. അതുകൊണ്ട് ഇന്നത്തെ ഊടിൻ്റെ കറി അവിയല്, മുട്ട പൊരിച്ചത്, കോവയ്ക്ക മെഴുക്കുവരട്ടി, മാങ്ങാച്ചാറ്, ഇതൊക്കെയാണ് നമ്മുടെ കറികൾ. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു വിചാരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഓടിവായോ ചോറിനാവും.